അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെയായിട്ടും മരുമകൾ സീനത്തിനെ കാണുന്നില്ല. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ റബ്ബേ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക റബ്ബേ? ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ എത്ര ആയല്ലോ? സാധാരണ രീതിയിൽ 1:30 കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തേണ്ടതാണ്. ഇതിപ്പോൾ കാണാനില്ലല്ലോ, എന്ത് പറ്റിയാവോ? ഉമ്മ ദൂരേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ, കാരണം ഇപ്രാവശ്യത്തെ കാത്തിരിപ്പിന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എൻ്റെ ഷെഫിമോൻ്റെ കുഞ്ഞ് ഓളെ വയറ്റിലുണ്ട്. റബ്ബേ പഠിച്ചോനെ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് പഠിച്ച റബ്ബ് തന്ന ഒരേ ഒരു പൊന്നുമോനാണ് ഓന്. ഓനക്കൊരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഒരു സന്തോഷമുള്ള സംഭവമാണ്. എൻ്റെ റബ്ബേ, എനിക്ക് വല്ലാതെ കൊതി തോന്നുകയാണ്. സീനത്തിനെ കാണാനില്ല. ഞാൻ വിളിച്ചാൽ പറ്റൂല, അതുകൊണ്ടാണല്ലേ വിളിച്ച് നോക്കിയിരുന്നു. വിളിക്കുമ്പോൾ പറയും, എന്താ ഇപ്പം നിങ്ങൾ വിളിച്ചത്? ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എന്നെ പുറത്താക്കൂലേ? ഫോണ് കയറ്റരുത് എന്നാ പറയല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ വിളിച്ചത് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ആ ചീത്തയും കേൾക്കേണ്ടി വരും. എന്താണെന്നറിയില്ല, പാവം എൻ്റെ മരുവൾ വരുമ്പോഴേക്കും ഓൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾക്ക് ഇഷ്ടപ്പെട്ട മീൻ വാങ്ങി കറി വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഉപ്പേരി, തോരന്, കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാ നാളെ സദ്യ ഉണ്ടാക്കി കൊടുക്കണം. പായസം ഓൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, അപ്പോൾ അതും ആ കൂട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. മരുമകൾക്ക് ഗർഭമുണ്ടെന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഉമ്മാക്ക് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്താണെന്നറിയില്ല, അതെ, എൻ്റെ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാല് വരാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ. അല്ലാ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പഠിച്ചവനെ എന്തൊരു സന്തോഷമായിരിക്കും എനിക്ക്. അത് ആലോചിക്കാൻ കൂടി കഴിയണില്ല റബ്ബേ. ഓ, എൻ്റെ ഷെഫിക്കൊരു തുണയാവും, എൻ്റെ കുട്ടിക്ക് ഒരു അനന്തരാവകാശിയാവും റബ്ബേ. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മയുടെ മനസ്സിൽ എപ്പോഴും അതായിരുന്നു ചിന്തകൾ, എപ്പോഴും അത് തന്നെയായിരുന്നു പ്രാർത്ഥനയും. എന്നാൽ ഉമ്മാക്ക് ഇപ്പോൾ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാ, ഒരു കുഴപ്പമുണ്ടാവരുതേ അല്ലാ, എൻ്റെ കുട്ടിനെ ഒന്ന് കാത്തു രക്ഷിക്കും. ഷെഫി എത്ര സന്തോഷിക്കുന്നുണ്ടാവും. സീനത്ത് മോൾ എവിടെയാവാം? സത്യം പറഞ്ഞാൽ വിളിച്ചു നോക്കിയാലോ? ഉമ്മ ഫോൺ എടുത്തു, ഒന്ന് വിളിച്ചു നോക്കാം, അല്ലാത്ത സമാധാനം കിട്ടണ്ടേ. ഉമ്മ വിളിച്ചു. എന്നാൽ ഈ സമയം രാജേഷിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്ന അവളുടെ ഫോണിലേക്ക് കോളിങ്. ഹോ, എൻ്റെ റബ്ബേ, തുടങ്ങിക്കണ് തള്ള. എന്താടി? അതെ, ആരാണ്? അതെ, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ, മൂപ്പരെ ഉമ്മ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയും, ഇങ്ങനെയൊക്കെ അമ്മായിമാരെ ശല്യം ഉണ്ടാവാൻ പാടുണ്ടോ അല്ലേ? എടുത്തു നോക്ക്. ഹലോ ഉമ്മ, ഞങ്ങളോട് പലവട്ടം പറഞ്ഞ കാര്യമല്ലേ മോളെ, കാണാനില്ലേറ്റ് ബേജാറുണ്ട്, വിളിച്ചതാടി. ഉമ്മാൻ്റെ കുട്ടി എവിടെ? എൻ്റെ പൊന്നാരുമ്മ, എനിക്കിവിടെ ഒന്നും പറ്റുന്നില്ല. ഇന്ന് ക്ലാസ് സ്പെഷ്യലായിട്ട് ക്ലാസ് ഉണ്ടായതുകൊണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുത്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മോളെ. ക്ഷമിക്കണം, ഇനി വിളിക്കൂല. ഉമ്മാക്കടി സമാധാനമല്ലേ? അതിൽ ഈ ഒരു അവസ്ഥയിലായിട്ട്. ഏതവസ്ഥ അല്ലേ മോളെ? ഇങ്ങനെ ഡേറ്റൊക്കെ തെറ്റിയതായപ്പോഴേ എനിക്കൊരു ബേജാറ്. നിങ്ങളെന്തിനു ബേജാറാണ്? അതിന് എൻ്റെ ഡേറ്റ് എനിക്കല്ലേ, അതുകൊണ്ട് നിങ്ങൾ ബേജാറാകേണ്ട ഒരു ആവശ്യമില്ല. എന്ത് കാര്യത്തിന്? പിന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. അതൊന്നും ഇപ്പോൾ ശരിയാവില്ല കേട്ടോ. ഞാൻ പഠിക്കുകയാണ്, പഠിക്കണതിൻ്റെ ഇടയിൽ ഇതും കൂടി ഉണ്ടായി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? പൊന്നുമോളെ, അങ്ങനെ പറയല്ലേടി. ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ പറയല്ലേ മോളെ. സത്യം പറഞ്ഞാൽ ഉമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മ, എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഒന്നും നടക്കൂല. വെറുതെ ഇങ്ങനെ പെറ്റ് കൂട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ? പൊന്നു മോളെ, ആദ്യത്തേതാണ്, ഉണ്ടായിക്കോട്ടെ. പഠിച്ച നിന്നത് ഇങ്ങനെ തട്ടിക്കളയല്ല മോളെ. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ പഠനമാണ് വലുത്, അല്ലാതെ കുട്ടികളും മക്കളല്ല. കുട്ടികളും മക്കളും ഇനിയും വേണമെങ്കിൽ കിട്ടും, വേണമെങ്കിൽ ദത്തെടുക്കാനും കിട്ടും. അതിൽ പ്രസവിക്കണമെന്ന് വലിയ ഇതൊന്നുമില്ല. ആ ഒരു വാക്ക് കേട്ട് ഉമ്മയുടെ ഹൃദയം തകർന്നു പോയി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മക്ക് ഒരു വാക്ക് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മ ഹൃദയം പൊട്ടിക്കരഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. പഠിച്ചോനെ, അല്ലാ, ആറ്റുനോറ്റൊരു കുഞ്ഞുണ്ടായപ്പോൾ ഓള് പറയുന്ന വാക്ക് കണ്ടില്ലേ റബ്ബേ,
അറിവില്ലായ്മ കൊണ്ട് പറയണ റബ്ബേ, നീ പുറത്ത് കൊടുക്ക് അല്ലാ. അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ അങ്ങനെ പറയണത്. നല്ല ബുദ്ധി കൊടുക്കല്ല, ഹിദായത്ത് നൽകണേ അല്ലാ. ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം രാജേഷും അവളും, അല്ല എന്താ നിൻ്റെ പ്ലാനിങ്? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ? അല്ല നീ എന്താ ഗർഭിണിയാണെന്നോ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു കേട്ടത്? എൻ്റെ ഏട്ടാ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുമോ? അതെ, എനിക്കെന്ന് വെച്ചാൽ അതിനൊക്കെ വഴികളൊക്കെ എത്രയുണ്ട്. സത്യം പറഞ്ഞാൽ രാജേഷ് ഒരിക്കൽ പോലും ഗർഭിണിയായൊരു പെണ്ണിനെയാണ് ഞാൻ ലൈനാക്കിയത് എന്നുള്ള കാര്യം അറിഞ്ഞില്ലായിരുന്നു. എന്താണെന്നറിയില്ല, അവനക്ക് വല്ലാത്തൊരു നിരാശയുള്ളത് പോലെ. ഏട്ടാ, രാജേഷ് ഏട്ടാ. ആ എന്താടി രാജേഷ് ഏട്ടാ? അതെ, പിന്നെ വഴികളൊക്കെ ഒരുപാടുണ്ടല്ലോ. എനിക്ക് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരിക്കലും ഇപ്പോഴെന്നെ കുഞ്ഞെന്നുള്ളൊരു സ്വപ്നം അതെനിക്ക് ഇഷ്ടമല്ല. അതും എനിക്കിഷ്ടമല്ലാത്ത ഒരുത്തൻ്റെ കൂടെയുള്ള അപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അല്ലേ? അത് പിന്നെ ഇല്ലാണ്ടിരിക്കും. ഞാൻ കുറച്ച് സ്നേഹം അഭിനയിക്കാഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടണ്ടേ? ക്യാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊക്കെ സപ്പോർട്ടീവായി നിൽക്കുകയല്ലാതെ അതിപ്പോൾ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ടൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും. എന്നിട്ടിപ്പോൾ എന്താ നിൻ്റെ പ്ലാനിങ്? രാജേഷിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾ പറഞ്ഞു, അത് ഏട്ടാ എന്തൊക്കെ തന്നെയായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റത്തത്. എന്നാൽ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. മെഡിക്കൽ ഷോപ്പിൽ പോയി അപ്പോഴേക്കും ടെസ്റ്റ് കാർഡ് കൊണ്ടുവന്നു. എന്നാ ഇത് നോക്ക്. ആ അവൾ വേഗം തന്നെ നേരെ ബാത്റൂമിലേക്ക് ഓടി. ഒരു നിമിഷം അതാ അവൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. അതെ, വിചാരിച്ചതുപോലെ എല്ലാം നടന്നിരിക്കുന്നു. 2 റെഡ് ലൈന് ആ ഒരു കാർഡിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. അത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ്. അവളുടെ വയറുന്ന് കാളി. ഏത് നിമിഷത്തിലാണ് എനിക്ക് സ്നേഹം അഭിനയിക്കാൻ തോന്നിയതാവോ? വേണ്ടില്ലായിരുന്നു. അവൾ നേരെയതാ അവൻ്റെ അരികിലേക്ക് ചെന്നു. അവളുടെ മുഖം മ്ലാനമായിരുന്നു. എന്താടി, പോസിറ്റീവോ നെഗറ്റീവോ? അതെ, ഇതാ കണ്ടില്ലേ? ആ നശിച്ചവൻ്റേത്. അതേ, ഒരിക്കലും ഇങ്ങനെയുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. സീനത്തിന് ശരിക്കും സങ്കടമായി. ഞാൻ പോവുകയാണ് വീട്ടിലേക്ക്. സീനത്തെ, വഴികളും മാർഗങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടും നിനക്ക് കൂടുതൽ ഭംഗിയുള്ളത് കൊണ്ടും നിനക്ക് നല്ലൊരു ഭാവിയും കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പം തന്നെ പെറ്റ് തള്ളയായിട്ട് നടക്കുന്നതിൽ എന്തർത്ഥം നിനക്കുള്ളത്? അവളൊന്നും മിണ്ടിയില്ല. എനിക്ക് തിരിച്ചു പോകണം, ഞാൻ പോകുകയാണ് വീട്ടിലേക്ക്. അവളതാ തിരിച്ചു പോകുവാൻ വേണ്ടി നിൽക്കുന്നു. സീനത്തെ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഓട്ടോ വിളിച്ച്. സീനത്തെ, വണ്ടിയിൽ കയറാനാ പറഞ്ഞത്. ബൈക്കിൽ കയറാനാണ് പറഞ്ഞത്. അവൾ ഒരു അച്ചടക്കമുള്ള കുട്ടിയെപ്പോലെ ബൈക്കിൽ കയറി. നിൻ്റെ തീരുമാനം അറിയിക്ക്, എന്നിട്ട് എന്നെ വിളിക്ക്. അല്ലെങ്കിൽ ഞാൻ തരുന്ന പണി ആയിരിക്കും നല്ലത്. അങ്ങനെയതാ അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ബൈക്കിൽ കയറി. അവൾക്ക് മനസ്സിലായി, അതെ, ഞാൻ ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു യഥാർത്ഥ സത്യം. അവൻ്റെ സ്നേഹം എന്നിൽ നിന്ന് കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയവും അവൾക്കുണ്ടായിരുന്നു. പതിവ് പോലെ സാധാരണയായി അവൾ ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങി. ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സിറ്റൗട്ടിൽ. മോളെ, പഠിച്ചോനെ, മോള് വരുന്നുണ്ട്. മോളെ എവിടെയായിരുന്നു എന്നെ ചോദിക്കുന്നില്ല. കാണാത്തപ്പോൾ ബേജാറായി. അതുകൊണ്ടാണ് മോളെ ഞാൻ നിന്നെ വിളിച്ചത്. അവൾ നേരെ അതാ വീട്ടിലേക്ക് കയറി ചെന്ന് അവളുടെ റൂമിലങ്ങ് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. മോളെ സീനത്തെ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കും മോളെ. മോളെ ഭക്ഷണം എന്തെങ്കിലും കഴിക്ക്. മോളെ റബ്ബേ, എന്തൊരു സ്വസ്ഥത ഇല്ലാത്ത ജീവിതമുണ്ടത്. അവൾ അവിടെ കിടന്ന് കരയുകയായിരുന്നു. മോളെ, വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ വാതിൽ തള്ളി തുറന്ന് ചൂടുള്ള ഒരു ഗ്ലാസ് ചായയുമായി അവളുടെ അരികിലേക്ക്. എന്നാ മോളെ, ഇത് കുടിച്ചോളി. മോള് ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വാ, ഉമ്മ ചോറ് വിളമ്പിത്തരാം. വരി, എന്നാ ഇത് കുടിച്ചോളി. ചൂടോട് കൂടിയാണ് കുടിച്ചോളി. ഇതെന്തിനാ? മോൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. എനിക്കൊരു ക്ഷീണമൊന്നുമില്ല.
ആര് പറഞ്ഞു എനിക്ക് ക്ഷീണം ഉണ്ടെന്നുള്ളത്? മോളെ എന്നാലും മോള് കുടിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ സ്നേഹത്തോടെ നീട്ടിയ ആ ഒരു ചായ ഗ്ലാസ് അവൾ തട്ടിമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഉമ്മാക്ക് വിഷമായി. മോളെ ക്ഷീണിക്കും, ഉമ്മാൻ്റെ കുട്ടി വരി, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവുക. ഷെഫി വിളിച്ചിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അന്ന് ഷെഫി ഉമ്മയോട് വിളിച്ച് പറഞ്ഞിരുന്നു, ഉമ്മ അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയേക്കല്ലേ, നാളെ ക്ലാസ്സിന് വിടണ്ട, നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് അറിയിക്കട്ടുമ്മ. ആ മോനെ ആയിക്കോട്ടെ. മോളെ നാളെ ക്ലാസ്സിന് പോകണ്ട കേട്ടോ, നാളെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. എന്തിന് മോളെ? ഡോക്ടറെ കാണിക്കണ്ടേ? ഡോക്ടറൊന്നും കാണിക്കണ്ട മോളെ. ഉമ്മാൻ്റെ കുട്ടി കടുങ്കയൊന്നും ചെയ്യല്ല കേട്ടോ. എന്ത് ചെയ്യാനേ? എനിക്കത് പഠിക്കൊന്നും വേണ്ടേ? എനിക്കിതിങ്ങനെ നടന്നാൽ മതിയോ ഈ കുട്ടികളും മക്കളൊക്കെ ആയിട്ട്? പൊന്നുമോളെ ഒന്നുണ്ടായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ. മറ്റേതൊക്കെ അതിനെപ്പറ്റി ആലോചിക്കൽ. പഠിക്കാൻ അഞ്ഞും പഠിക്കാമല്ലോ, ഞാൻ കുട്ടിയെ നോക്കിക്കോളാം മോളെ. ഉമ്മാൻ്റെ പൊന്നുമോള് ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക. ഞമ്മക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അല്ലാത്ത വേറൊന്നും പറയാനില്ലേ? എന്തിനിപ്പോൾ ഇത് എൻ്റെ പിന്നാലെ നടക്കണേ? ഇത് ഇനി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ കുട്ടിയാണ്, ഞാനാണ് ഗർഭം ചുമന്നത്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇതിൽ റോള്? അമ്മായിമ്മയോട് അല്ല, ആ ഉമ്മയോട് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഉമ്മയുടെ ഹൃദയം പൊട്ടി. പഠിച്ചോനെ, എൻ്റെ മോൻ്റെ കുട്ടിയല്ലേ മോളെ, മോൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, ചെയ്തു തരാം. എന്നാലും ഉമ്മാൻ്റെ കുട്ടി ഒന്നും കടുങ്കയൊന്നും ചെയ്യല്ലിട്ടോ. ഇതിനെക്കുറിച്ച് എന്നോട് പറയേ വേണ്ട. ഗർഭം, കുട്ടികൾ, പ്രസവം, എനിക്ക് ഇഷ്ടമില്ലാത്ത ഓരോ കേസുകളാണ് അതൊക്കെ. മോളെ പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനല്ലേ? പെണ്ണായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ പെണ്ണുങ്ങൾ വിചാരിച്ചിട്ട് ഇപ്പം തന്നെ പിന്നെ എന്തിനാ മോളെ കല്യാണം കഴിച്ചത്? അങ്ങനെ തന്നെ അല്ലേ? ആര് പറഞ്ഞു കല്യാണം കഴിക്കണത് കുട്ടികളുണ്ടാകാനാന്ന്? അങ്ങനെ എവിടെയും പറഞ്ഞിരിക്കണോ? ഓരോ മാമൂലുകളായിട്ട് ഇങ്ങോട്ട് വരും, കല്യാണം കഴിക്കണ കുട്ടികളുണ്ടാകാനാണ്, അങ്ങനെ എങ്ങനെ. മോളെ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ ഉമ്മ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് നിങ്ങളൊന്നും മിണ്ടാൻ വരണ്ട. ഉമ്മ കരഞ്ഞു പോയി. അവൾക്ക് കൊണ്ടുപോയ ആ ഒരു ഗ്ലാസ് ചായ ഉമ്മ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. ഉമ്മ പൊട്ടിക്കരഞ്ഞു. മോളെ എന്നാൽ കുറച്ച് ചോറ്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നോട് ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുകയേ വേണ്ട കേട്ടോ. എനിക്കിതിന് താല്പര്യമില്ലാത്ത വിഷയമാണ്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ ഉമ്മയോട്. അവൾ വീണ്ടും വീണ്ടും ഓരോന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് സങ്കടമായി എന്ന് തന്നെ പറയാം. ഒരു ഷെഫി വിളിക്കുമ്പോൾ റബ്ബേ ഞാൻ എന്താ പറയുക എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം ആയപ്പോഴേക്കും അവൾ വാതിലടച്ചിരുന്നു. ഫോണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹലോ സീനത്ത്, എന്തായി കാര്യങ്ങളൊക്കെ? എന്താ നിൻ്റെ പ്ലാനിങ്? എന്താ അത് പറ. എനിക്ക് എന്താ, നിനക്ക് കുഞ്ഞിനെ വേണോ അതോ വേണ്ടയോ? കാര്യങ്ങൾ പറ. നിനക്ക് നല്ല ജീവിതമാണോ വേണ്ടത്, കുഞ്ഞിനെയാണോ വേണ്ടത്? രണ്ടും തീരുമാനിക്കാം. അത് എനിക്ക് ഏട്ടന് ഇഷ്ടമാണ്. പക്ഷേ എന്തു പക്ഷേ? പിന്നെന്താ പ്രോബ്ലം? വാട്ട് പ്രോബ്ലം? പറയൂ, നിനക്ക് എന്തുണ്ടെന്ന് നിനക്ക് പറയാം. അല്ലെങ്കിൽ പിന്നെ അതിനിഷ്ടം പോലെ വഴികളുണ്ട്, അതങ്ങോട്ട് ചെയ്യണം. എന്നിട്ട് നീ എൻ്റെ കൂടെ വാ. അല്ലാതെ നീ എൻ്റെ കൂടെ വന്നിട്ട് എന്ത് കാര്യമുള്ളത്? എനിക്കൊരു ഉപകാരം നടക്കണ്ടേ? സത്യം പറഞ്ഞാൽ അവളാകെ കൺഫ്യൂഷനായി എന്ന് തന്നെ പറയാം. ഒരു ഭാഗത്ത് രാജേഷ്, അവൻ്റെ സ്വപ്നങ്ങൾ, അതെ എൻജോയ്മെൻറ്റ് ജീവിതം, അവൻ്റെ കൂടെയുള്ള ആ ഒരു സുഖസുന്ദരമായ ആ ഒരു ജീവിതമായിരുന്നു അവൾ സ്വപ്നം കണ്ടത്. ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അവൻ്റെ കൂടെ ആടിപ്പാടി നടക്കണം. കുട്ടികളും മക്കളൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥ. അങ്ങനെ മറുഭാഗത്ത് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ, കുഞ്ഞിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഷെഫി ഉസ്താദ്. തൻ്റെ കുടുംബജീവിതം അത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തൊക്കെ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും എനിക്ക് ബെസ്റ്റായത് ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ. റിസ്ക് എടുക്കാനൊന്നും എന്നെ കൊണ്ട് കിട്ടില്ല. എനിക്ക് പഠിക്കണം, പഠിച്ചെന്തെങ്കിലുമൊക്കെ ആവണം. അല്ലാതെ ഈ വീട്ടമ്മയായി ജീവിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവളുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്തകൾ. രാജേഷ് പറയുന്നു, അതെ തീരുമാനിക്കാം. നിമിഷങ്ങൾക്കകം അതൊക്കെ ഇല്ലാതാക്കാനുള്ള പരിപാടിയില്ലേ പെണ്ണെ? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അവൾ അറിയാതെ അവളുടെ കൈകൾ കൊണ്ട് വയറിൽ പിടിച്ചു. അല്ലാ, അതെ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കാൻ രാജേഷ് തയ്യാറാണ്.
പക്ഷേ എൻ്റെ സുഖജീവിതത്തിന് അങ്ങനെ ചെയ്തേ പറ്റൂ. അല്ല എങ്കിൽ ഞാനിപ്പോൾ തന്നെ ആകെ ടയേർഡായി ഒരു തള്ളയായി മാറും. അതുകൊണ്ട് കുഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, എനിക്കെൻ്റെ ജീവിതമാണ് എൻജോയ്മെൻറ്റ് ചെയ്യേണ്ടത്, എനിക്കിഷ്ടം അങ്ങനെ തന്നെയാണ്. രാജേഷിന് അവൾ മറുപടി കൊടുക്കുമോ? രാജേഷ് കാത്തിരിക്കുന്നു. എന്ത് വേണമെങ്കിലും നിനക്ക് പറയാം, നിൻ്റെ ഇഷ്ടം പോലെയാണ് ഈ ഒരു ചോയ്സ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കൊച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ പിന്നെ വരാൻ നിൽക്കരുത്. ഇപ്പോൾ നിനക്ക് നല്ലൊരു ജീവിതമാണ് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നിനക്ക് നിൻ്റെ ഇഷ്ടപ്പെട്ട നിൻ്റെ എൻജോയ്മെൻറ്റിലൂടെയുള്ള സുഖസുന്ദരമായ ആ ഒരു ജീവിതം, ആ ജീവിതത്തിൽ നിനക്ക് ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിക്കാം. ഒരു പക്ഷേ നിനക്ക് ആഗ്രഹമുള്ളതെല്ലാം ആഗ്രഹമുള്ള സ്ഥലത്തല്ല ഞാൻ നിൻ്റെ ഇഷ്ടപ്പെട്ട വേഷത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിനക്ക് ജീവിക്കാം. എന്താ അതല്ല, ആ ഒരു ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഓക്കെ, നിനക്ക് അങ്ങനെയാവാം. മൂടി പുതച്ചുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ഏതാണ് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് തീരുമാനിക്കാം. നിൻ്റെ മുമ്പിൽ 2 ചോയ്സുകളാണ് നിനക്ക് വേണ്ടിയുള്ളത്. നിനക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. ഓക്കെ. രാജേഷ് ഫോൺ കട്ട് ചെയ്തു. അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ഹിദായത്തിൻ്റെ വഴി എൻ്റെ മുമ്പിലുണ്ട്, അതല്ല ഷിർക്കിൻ്റെ വഴിയും എൻ്റെ മുമ്പിലുണ്ട്. അതിലേത് വേണമെങ്കിലും എനിക്ക് സ്വീകരിക്കാം. പക്ഷേ ഇബ്ലീസാണോ നല്ല മലക്കുകളാണോ അവളെ വഹിക്കുന്നത്? അവൾ എങ്ങോട്ടാണ് കൂടുതൽ ചാരുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? വീണ്ടും വീണ്ടും അവൾ തെറ്റുകളിലേക്ക് പോവുകയാണല്ലോ. ഒരിക്കൽ പോലും അവൾ നല്ലത് ചിന്തിക്കുന്നില്ല, തീരുമാനിക്കില്ല. ഷെഫി ഉസ്താദിൻ്റെ കൂടെയുള്ള ഹിദായത്തുള്ള ആ ഒരു ജീവിതം, സ്വാലിഹായ ആ ഒരു ജീവിതം, അതിനു വേണ്ടിയിട്ട് അവൾക്ക് ഒട്ടും താല്പര്യമില്ല. അവൾക്ക് ദുനിയാവിനെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത്, ദുനിയാവിലെ ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതെ, അവളുടെ ഇഷ്ടങ്ങൾ, എൻജോയ്മെൻറ്റ്, പാറിപ്പറക്കൽ, അവളുടെ എല്ലാം നിറഞ്ഞ ആ ഒരു സുഖമായ ആ ഒരു ജീവിതം, അതിനു വേണ്ടിയിട്ടാണ് അവൾ കാത്തിരിക്കുന്നത്. അവൾക്കൊരിക്കൽ പോലും ഇഷ്ടമല്ല അതെ സുഖമില്ലാത്ത ആ ഒരു ജീവിതം, എൻജോയ്മെൻ്റ് ഇല്ലാത്ത ആ ഒരു ജീവിതം. എപ്പോഴും പടച്ചവനെ പേടിച്ച് നിസ്കാരക്കുപ്പായത്തിൽ പർദ്ദയണിഞ്ഞ് ഉള്ള പുറത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ജീവിതം, ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ജീവിതം അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് സ്വാലിഹായ ഒരു ജീവിതം വേണമെന്നുള്ളത്, സ്വാലിഹായ ഭർത്താവിനെ വേണമെന്നുള്ളത്. അവൾക്ക് അടിപൊളി ലൈഫാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദിൻ്റെ ഇല്ല, എനിക്ക് കഴിയില്ല, എൻ്റെ വീട്ടുകാർ തന്നെ നിർബന്ധിച്ച് കെട്ടിച്ചതാണ് എന്നെ ഉസ്താദ് മോലിയർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം, എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെയുള്ളതിനോട്. അവൾ അവിടെ കിടന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. മോളെ, ഉമ്മക്ക് സമാധാനമില്ലായിരുന്നു. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, അല്ലെങ്കിൽ എന്തിനാ റബ്ബേ ഞാൻ ഇവളെങ്ങനെ വിളിക്കണത്? ഞാൻ ഓളെന്തെങ്കിലും കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. ഓളെ വയറ്റിൽ കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, ആയിട്ടൊന്നുമില്ല, എന്നാലും എനിക്കൊരു സമാധാനമില്ല റബ്ബേ. മോളെ, പൊന്നു മോളെ, എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, മറ്റു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോകൂലേ? ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. അവളത് കേട്ട് ഈ തള്ളെന്ത് കാര്യത്തിന് കരയണത്? പക്ഷേ അല്പം പോലും ദയ ഉമ്മയോട് അവൾക്കില്ല എന്ന് തന്നെ പറയാം. മോളെ, ഉമ്മാൻ്റെ കുട്ടി തുള്ളി വെള്ളം കുടിച്ചോളി. ഉമ്മ ദയോടെയായിരുന്നു അത് പറഞ്ഞത്. പക്ഷേ അവൾക്ക് ദേഷ്യമാണ് കൂടിയത്. എൻ്റെ റബ്ബേ, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിടണം, ഇനിയിപ്പോൾ മറ്റേ ആളിപ്പോൾ വിളിക്കും. എന്നാൽ ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒന്ന് വിളിക്കണം, ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ് ഷെഫി ഉസ്താദ്. അല്ലാ റബ്ബേ, അവളുടെ ഫോണതാ ബെല്ലടിക്കുന്നു. എൻ്റെ റബ്ബേ, ഇനിയിപ്പോൾ ആരാണെന്നാവും, അല്ലെങ്കിൽ ഇത്ര ക്ഷീണിച്ച് കുഴങ്ങി കൈകാലുകൾ തളർന്ന് കിടക്കുകയാണ്. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഷെഫി, വല്ലാത്തൊരു ഷെഫി തന്നെ. എടുക്കണോ അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും പറഞ്ഞ് വെക്കാം. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സ്നേഹത്തോടു കൂടെ വിളിക്കുന്നു. മോളെ സീനത്തെ, എന്തൊക്കെയടി വർത്താനം? ഇക്കാൻ്റെ കുട്ടിക്ക് സുഖല്ലേ? സുഖമൊക്കെ തന്നെ. എന്താടി നിനക്ക് നിനക്ക് വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? പിന്നെ ഇക്ക എന്തിനെ വിളിച്ചെന്ന് വെച്ചാൽ ഇക്കാൻ്റെ കുട്ടി ഹോസ്പിറ്റലിൽ പോകണം.
ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് ഒന്ന് കാണിച്ച്, ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഉമ്മയോട് ചോദിച്ചാൽ അറിയാം. അമ്മായിൻ്റെ മക്കളെ കാണിക്കുന്ന ഡോക്ടേഴ്സ് അവർ ഏതാണെന്ന് വെച്ചാൽ ബെസ്റ്റ് ചോദിച്ചിട്ട് വിളിച്ചിട്ട് നല്ല ഡോക്ടറെ പോയി കാണിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ നിൽക്കാൻ കേട്ടോ. കൂടുതൽ ഒന്നും ഓടിച്ചാടി നടക്കല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് പഠിച്ച റബ്ബ് തന്നൊരു നിധിയല്ലേ. എന്ത് നിങ്ങളീ പറയണത് കാര്യം അറിയാതെ? എന്നെ നീ പറ്റിക്കല്ലേ വേണേ, എനിക്കറിയാമല്ല. അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. നിൻ്റെ വിചാരം എന്താ? അതല്ലാത്ത പണിയൊന്നുമില്ലല്ലോ ഉമ്മാക്ക്. എടേ ഉമ്മയെ വിഷമിപ്പിക്കല്ലേ. ഉമ്മ എത്ര സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയാണ് നമ്മോടിത് പറഞ്ഞത്, എനിക്കറിയോ? ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ നിങ്ങളൊന്ന്? വല്ലാത്തൊരു ഇതായിപ്പോയല്ലോ ഇപ്പോൾ ഇത്. അല്ലടി, നമുക്ക് ആദ്യമായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റേതായ സന്തോഷം ഉണ്ടാവില്ലേ? ഇക്കാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട മറ്റൊന്നുമില്ലെങ്കിൽ ക്യാഷിൻ്റെ കാര്യത്തിലാണ് കുറച്ച് കുറവ്. എൻ്റെ പെണ്ണെ, നിനക്ക് എത്രയാണ് ക്യാഷ് വേണ്ടത്? അത് ഞാൻ തരുമല്ലോ. ഇക്കാൻ്റെ കുട്ടിക്ക് ക്യാഷിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് അറബി ഇഷ്ടം പോലെ തരുന്നുണ്ട്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്താ എന്നെ അങ്ങോട്ട് അയക്കി, കുറച്ച് ക്യാഷാണ് കുറവിപ്പോൾ. എൻ്റെ പെണ്ണിനെ ഞാൻ തരുമല്ലോ. ഇക്കാൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചോ? എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ക്ഷീണമൊക്കെ പിന്നെ ഇല്ലാതിരിക്കുമോ? ഇതെന്താ വെറുതെ ആണോ? വേണ്ടില്ലാത്തൊരു പണിക്ക് നിന്നാണിപ്പോൾ ഇത്. എൻ്റെ പെണ്ണെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരാമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ട സമയമല്ലേ ഇപ്പോൾ? ഷെഫി ഉസ്താദ് സ്നേഹത്തോട് തൻ്റെ ഭാര്യയോട് പറയുന്നു, നിങ്ങൾക്ക് സന്തോഷിക്കാനൊക്കെ നല്ല സമയമായിരിക്കും, പക്ഷേ എനിക്കിത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. എൻ്റെ പെണ്ണെ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് പഠിക്കണം. എൻ്റെ പഠനം പൂർത്തിയാകാതെ എനിക്ക് ഒന്നിനും താല്പര്യമില്ല. സീനത്തെ മോളെ, നീ എന്തടി പറയുന്നത്? നമുക്ക് അള്ളാഹു നൽകിയ ഒരു വരദാനമാണ്. വരദാനം? എടി, മക്കളില്ലാത്ത എത്ര ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. മക്കളില്ലാത്തവർ എത്ര ക്യാഷ് കൊടുത്ത് മെഡിസിൻ കഴിച്ച് ഹോസ്പിറ്റലിൽ കാണിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ലക്ഷങ്ങൾ മുടക്കിയിട്ടും മക്കളില്ലാതെ നിരാശയിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. എടി, നമുക്ക് പഠിച്ച റബ്ബി എത്ര പെട്ടെന്നാണ് തന്നത്. അതെ, മക്കളില്ലാത്തവർക്കാണ് കൊടുക്കാൻ നല്ലത്. സീനത്തെ, നീ എന്താ വേണ്ട നീ ഇങ്ങനെ തട്ടുത്തരം പറയുന്നൊക്കെയോട്? എന്നോട് നീ പറയാൻ പാടുണ്ടോ വേണ്ട ഇങ്ങനെ? അങ്ങനെ പറയാൻ പാടുണ്ടോ? നമുക്ക് അള്ളാഹു നൽകിയതല്ലേ ഇത്. നമ്മൾ അതിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കല്ലേ വേണ്ടത്. എന്ത് ശ്രദ്ധിക്കണം നിങ്ങൾ പറയണത്? എനിക്ക് എൻ്റെ കൈകാലുകൾ തളരുന്നുണ്ട്, തല കറങ്ങുന്നുണ്ട്, എനിക്ക് കഴിയണില്ല. അതെന്നെ പെണ്ണെ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോവണ്ണേ, ഹോസ്പിറ്റലിൽ ഉമ്മയുടെ കൂടെ പോ. ഉമ്മ വിളിക്കും എന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞത് എന്തിനാ പോകാനെന്നത്. ഇന്നെങ്കിലും നീ പോകണട്ടോ. ഓ എൻ്റെ റബ്ബേ, എന്തൊരിതാണിത്. ഹോസ്പിറ്റലിലേക്കൊന്നും ഞാൻ പോവില്ല. എന്താണ് നിനക്ക്? നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നീ ചോദിക്കുന്നത് തരാം. നിനക്ക് ഞാനൊരു കൊട്ടാരം പണിത് തരാം പെണ്ണെ. നമ്മുടെ വീടെല്ലാം പൊളിച്ച് നമുക്ക് നല്ലൊരു കൊട്ടാരം പണിയണം. എന്താ, എനിക്ക് അറബിയൊക്കെ എന്ത് ചോദിച്ചാലും തരുമല്ലോ പെണ്ണെ. കൊട്ടാരോ ബമ്മാടോ എന്ത് വേണമെങ്കിലും പണിഞ്ഞോണ്ടേ, എന്നെക്കൊണ്ട് ആവൂലട്ടോ ഇത്. സീനത്തെ, മോളെന്ത് പറയണത്? ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഗൾഫിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. അതിന് നിനക്ക് സമ്മതമല്ല. നമുക്ക് ഇവിടെ ജീവിക്കാടി. ഇവിടെ കുറച്ച് കാലത്ത് അറബ് നാട്ടിൽ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമല്ലേ? എനിക്ക് താല്പര്യമില്ല ആ ജയിലിലിട്ട് അതുപോലെ ജീവിക്കുന്നത്. പിന്നെ എന്താ കടകുട്ടിക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരുമല്ലോ. പറ, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. നീ നല്ല കുട്ടിയായി നിൽക്ക്. ഇക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ താല്പര്യമില്ല ഈ ഒരു കുഞ്ഞെന്നുള്ള വിഷയത്തിനെന്ന്. ഷെഫി ഉസ്താദ് അത് കേട്ട് കരഞ്ഞുപോയി. സീനത്തെ, നമ്മൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരും പെണ്ണേ. ആദ്യത്തൊന്നും നമ്മളൊന്നും ചെയ്യരുത്. പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ എല്ലാം. മക്കളില്ലാതെ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യം എന്നോട് നിങ്ങൾ പറയുകയാണെങ്കിൽ വിളിക്കണ്ട. സീനത്തെ, ദയവായി പൊന്നുമോളെ ഒന്നും ചെയ്യല്ലേടി. അതെ, എനിക്ക് കുറച്ചും കൂടെയൊക്കെ നല്ല മട്ടത്തിൽ ജീവിക്കണം. നിനക്ക് എന്താണ് ജീവിക്കുന്നതിൽ കുഴപ്പം? നിനക്ക് ജീവിച്ചൂടെ നല്ല രീതിയിൽ ഇഷ്ടം പോലെ? നിനക്ക് ജീവിച്ചൂടെ? ജീവിക്കാമല്ലോ. നിനക്ക് ആവശ്യത്തിനുള്ള പണം ഞാൻ തന്നെ അയച്ചു തരുന്നുണ്ട്. പിന്നെ എന്താ മോളെ? നിനക്ക് എന്താ? തൽക്കാലം ഇപ്പോൾ കുഞ്ഞിനെ വേണ്ട. സീനത്തെ, പറയല്ലേ പൊന്നെ, അങ്ങനെ പറയല്ലേടി. അള്ളാഹു കാണുന്നുണ്ട് കേട്ടോ, അത് നീ മറക്കല്ലേ. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. ഇത് വിഷമമൊക്കെ അനുഭവിക്കണം ഞാനല്ലേ? അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ മോളെ?
ഉമ്മമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? അത്രക്കും പുണ്യം പടച്ചിറപ്പ് ഏറ്റവും സ്ഥാനം കൊടുത്തത് ഉമ്മമാർക്കല്ലേ? ഉമ്മമാരുടെ കാലടിപ്പാടിലാണ് സ്വർഗം, നിനക്കറിയില്ലേ? പൊന്നുമോളെ, നിൻ്റെ കാലടിയിൽ ഒരു സ്വർഗം വരാൻ വേണ്ടി നിൽക്കുകയാണേ. അതെ, അതിനു വേണ്ടി നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം, ഗർഭം ചുമക്കണം, അതിന് പാലൂട്ടണം. എന്നെങ്കിലൊക്കെ അതൊക്കെ പൂർത്തിയാക്കിയാലല്ലേ മോളെ നിനക്കത് ലഭിക്കുള്ളൂ. സ്വർഗമൊന്നും വേണ്ട, ഉള്ള സ്വർഗം തന്നെ ഇവിടെ മതി, അത് തന്നെ ധാരാളം. പെണ്ണെ, ദുനിയാവല്ല സ്വർഗം, ആഖിറത്തിലാണ് സ്വർഗം, അത് നീ മറക്കരുത്. നമുക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് നിനക്ക് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിൽ നല്ല രീതിയിൽ നിസ്കാരവും ഖുർആൻ പാരായണം എല്ലാവുമായി കഴിഞ്ഞ് നല്ല ഹിദായത്തിലുള്ളൊരു കുഞ്ഞായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് തന്നെയാണ്. നീ എന്താ ഓർക്കാത്തത്? എപ്പോഴും ദീനും ഹിദായത്തും അല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? മോളെ, അതന്നെയല്ലേ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയം ഉണ്ടാകാം, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. നീ ദയവായിട്ട് നിങ്ങളൊന്ന് ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ? എപ്പോഴും ഒരു ഇതന്നെ വർത്താനം, ഒരു ദീന് ഇസ്ലാം ഹിദായത്ത്, ഇതല്ലാത്ത വേറൊരു പരിപാടിയില്ല. സിനത്തെ, ഞാൻ നിൻ്റെ കാല് പിടിക്കാടി. നീ നല്ല രീതിയിൽ നമ്മളെ കുഞ്ഞിനെ സംരക്ഷിക്കണം. ഞാനിപ്പോൾ എന്താ വേണ്ടത്? ഒന്നുമല്ല, നീ സൂക്ഷിക്കണം. നമ്മൾ വിചാരിച്ചൊരു കുഴപ്പമില്ലാത്ത കുഞ്ഞിനെ അള്ളാഹു നമുക്ക് നൽകും. നിങ്ങളൊന്ന് പോയി തരുമോ ദയവായി? എനിക്കിതിനോട് ഇപ്പോൾ താല്പര്യമില്ല, എനിക്ക് പഠിക്കാലോ പെണ്ണേ. നമ്മുടെ ഉമ്മ നോക്കിക്കോളും കുഞ്ഞിനെ, നിനക്ക് പഠിക്കാം. നിങ്ങളൊന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? ഒരു സമാധാനം തരൂലല്ലോ ഇത്. ഞാൻ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ്. ഞാൻ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ വിളിക്കാനേ നിൽക്കണ്ട. അവൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി അവിടെ വെച്ചു കമിഴ്ന്ന് കിടന്നു. ഓരോന്നും ഇങ്ങോട്ട് വരും ഉപദേശം കൊണ്ട്. എന്നാൽ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും വിളിച്ചപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. ഹൃദയം പൊട്ടിയിട്ടാണ് അദ്ദേഹം കരഞ്ഞത്. അല്ലാ, എൻ്റെ കുഞ്ഞ്, അല്ലാ എൻ്റെ കുഞ്ഞ്, റബ്ബേ എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും വരുത്തല്ല അല്ലാ. പഠിച്ചോനെ, റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് കൊതിച്ചു പോയി. റബ്ബേ, എൻ്റെ രക്തത്തിൽ പിറന്ന ആ ഒരു കുഞ്ഞ്, ആ കുഞ്ഞെ നീ സംരക്ഷിക്കണേ അല്ലാ. റബ്ബേ, അവള് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. സിനത്തിനെ ഒന്നിനും മടിക്കാത്തവളാണ്. റബ്ബേ, എൻ്റെ കുഞ്ഞ്. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് പൊട്ടിക്കരയുകയായിരുന്നു. പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു, അല്ലാ റഹ്മാനെ, എന്തിനാ റബ്ബേ എങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ റബ്ബേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ റബ്ബേ? എനിക്ക് ഒന്നും അറിയുന്നില്ല. അഥവാ അറിയാതെ ഞാൻ തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അത് ക്ഷമിക്കണം എന്നോട്. റഹ്മാനെ, നീ എന്നെ കൈവിടല്ല അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് കരഞ്ഞ് പറയുകയാണ് പടച്ച റബ്ബിനോട്, അല്ലാ അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കല്ല. ഭാര്യയാണ്, ശരിയാണ്, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നത്. പക്ഷേ ഗർഭമുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള എല്ലാ ദേഷ്യങ്ങളും പോയി കഴിഞ്ഞു. എനിക്ക് അവളോടൊന്നുമില്ല അല്ലാ, സ്നേഹം മാത്രമാണ്. കാരണം എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന പെണ്ണാണ് അവൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ബഹുമാനമാണല്ലാ. റഹ്മാനെ, നല്ല ബുദ്ധി കൊടുക്ക്. ഷെഫി ഉസ്താദ് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുന്നു. അന്ന് ക്ലാസ്സിൻ്റെ സമയമായിട്ടും ഷെഫി ഉസ്താദിനെ കാണുന്നില്ല. സഹർ ബത്തുൽ അതാ വെയിറ്റ് ചെയ്യുകയാണ്. അവൾ നേരെ പിതാവിനരികിൽ ചെന്നു. യാ അബി, കാണുന്നില്ലല്ലോ ഇന്ന് ഉസ്താദിനെ. ഉസ്താദ് വന്നില്ലേ മോളെ? അറബി നേരെയതാ ഷെഫി ഉസ്താദിൻ്റെ റൂമിനരികിലേക്ക്. യാ ഷെഫി. ആ ഒരു വിളി കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് പൊട്ടിക്കരയുകയായിരുന്നു, നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട്. അല്ലാ, കഴിയുന്നില്ലല്ലാ. ഷെഫീഖ്, അറബിയുടെ ആ ഒരു വിളി. അദ്ദേഹം പെട്ടെന്ന് മുഖമെല്ലാം തോർത്തി മുഖത്ത് ആ ഒരു ദുഃഖം കാണിക്കാതെ, അർബ മോനെ, സമയമായല്ലോ, ഇന്ന് ക്ലാസ്സില്ലേ? അർബ, അതെനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ടെൻഷൻ. ഓ അങ്ങനെയാണോ? എന്നാൽ മോളോട് ഞാൻ പറയാം. വേണ്ട, അല്ലാ, ഖുർആനാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സമാധാനം കിട്ടും, അതെനിക്ക് ഉറപ്പുണ്ട്. അർബ, ഞാൻ വരാം. പെട്ടെന്ന് തന്നെ ഷെഫി ഉസ്താദ് ഫ്രഷായി. അതെ, ഖുർആൻ ഓതുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു മനോഹരമായ കുർത്ത, വൈറ്റ് നിറത്തിലുള്ള ആ ഒരു ജുബ്ബ ധരിച്ചുകൊണ്ട് തലയിൽ തലപ്പാവ് വെച്ച് നേരെയതാ കിതാബ് ഓതുന്ന ആ ഒരു റൂമിലേക്ക് പ്രവേശിക്കുന്നു.
ഖുർആൻ ഓതിക്കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോഴും ബിസ്മി ചൊല്ലുമ്പോഴും അദ്ദേഹം വിതുമ്പുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുന്നു. ഉസ്താദേ, എന്തു പറ്റി? വല്ലാണ്ട് വിതുമ്പുന്നുണ്ടല്ലോ. സഹർ ബത്തൂൽ, ഒന്നുമില്ല മോളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വിധിച്ചത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. വിധിക്കാത്തതൊന്നും നമ്മൾക്ക് കിട്ടില്ല. അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പൊന്നു മോളെ നമ്മൾ വിതുമ്പില്ല. ഉസ്താദ് എന്നെ പലവട്ടം അത് പഠിപ്പിച്ചതാണല്ലോ, എന്നിട്ട് ഉസ്താദ് തന്നെ എന്തിന് വിതുമ്പുന്നു? സഹർ ബത്തൂലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദിന് ഉത്തരമില്ലായിരുന്നു. റബ്ബേ, അപ്പോഴേക്കും ഉസ്താദ് പൊട്ടിക്കരയുകയായിരുന്നു. അല്ലാ, എൻ്റെ കുഞ്ഞ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്ത് എന്തു ചെയ്യും? ആ കുഞ്ഞിനെ വളർത്തുമോ ഇല്ലാതാക്കുമോ? രാജേഷ് അതിന് സപ്പോർട്ട് ചെയ്യുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.